Dear students, നടക്കാൻ പോകുന്ന ടോപ്പിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ രണ്ട് ടൈപ്പാണ് വരുന്നത്, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഇന്നത്തെ ടോപ്പിക്ക്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം വേരിയബിൾ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് follows the binomial distribution with the parameters n and p if the probability density function f of x equal to ncx p raised to x q raised to n minus x, where x equal to 0, 1, 2, 3 etc. up to n, and p plus q equal to 1, then equal to 0 elsewhere. Then binomial distribution the probability density function. A discrete random variable x with the probability density function is ncx p raised to x q raised to n minus x ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും a discrete random variable follows the binomial distribution with the parameters n and p. Here n is the number of trials, n is the number of trials, p is the probability of success, q is the probability of failure, and x is the number of occurrence of success required, number of occurrence of success. X എന്ന് പറയുന്നത് number of occurrence of success required ആണ് x എന്ന് പറയുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് number of trials, p is the number of success, q is the number of failure, p is the probability of success, q is the probability of failure, and x is the number of occurrence of success. Then when we use the binomial distribution നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന കേസസ് കാരണം when the number of trials are very large, when the number of trials are too large but finite. Number of trials very large ആയിരിക്കും പക്ഷെ ഫൈനൈറ്റ് ആയിരിക്കും. ടു ലാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ടു ഔട്ട്കംസ് വരുന്നുള്ളൂ. ടു ഔട്ട്കംസ് സക്സസ് ഓർ ഫെയിലിയർ, അതായത് ഹെഡ് ഓർ ടെയിൽ ആണ് ഔട്ട്കം വരുന്നത്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒന്നുകിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഹെഡിനെയാണ് നമ്മൾ സക്സസ് ആയിട്ട് പറയുന്നത്. ഒക്കറൻസ് ഓഫ് ഹെഡാണ് നമ്മൾ സക്സസ് പറയുന്നത്, ഒക്കറൻസ് ഓഫ് ടെയിലാണ് നമ്മൾ ഫെയിലിയർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ രണ്ട് ഔട്ട്കം മാത്രമുള്ളപ്പോഴാണ് നമ്മൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ടു ഔട്ട്കംസ് വരാൻ പാടുള്ളൂ. ദെൻ അതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രയൽസ് ടു ലാർജ്. ഇപ്പോൾ ടു ടൈംസ് വൺ ടൈം കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ടു ടൈംസ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുവാണ് അല്ലെങ്കിൽ ടു കോയിൻസ് അറ്റ് എ ടൈം നമ്മൾ ടോസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? ഒന്നുകിൽ ഹെഡ് ആയിരിക്കാം അല്ലെങ്കിൽ ടെയിൽ വരാം, അതായത് ഹെഡ് ടെയിൽ ഒരു ഔട്ട്കം വരുന്നത്. ദെൻ അല്ലെങ്കിൽ കിട്ടാവുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? രണ്ടും ഹെഡ് വരാം, ഹെഡ് വരാം, അല്ലെങ്കിൽ വരുന്നത് ആദ്യത്തേത് ടെയിൽ, രണ്ടാമത്തേത് ഹെഡ്, ടെയിൽ ഹെഡ്, രണ്ടും ടെയിൽ വരാം, ടെയിൽ ഇങ്ങനെയാണ് ഔട്ട്കംസ് വരുന്നത് നമുക്ക്. അപ്പോൾ ഈ ടു ടൈംസ് ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു 10 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് വന്നിട്ട് നമുക്ക് എക്സാക്ട്ലി 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അങ്ങനത്തെയൊക്കെ കേസ് വരുമ്പോഴാണ് നമ്മൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഈസി ആയിട്ട് അതിന് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ n is number of trials are very large but finite
ഈച്ച് ട്രയൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രയലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ഫസ്റ്റ് ട്രയലിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കം സെക്കൻഡ് ട്രയലിലെ ഔട്ട്കമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫസ്റ്റ് കിട്ടുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സെക്കൻഡ് ട്രയലിൽ കിട്ടുന്ന ഔട്ട്കം. ഇപ്പോൾ ഫസ്റ്റ് ട്രയലിൽ നമ്മൾക്ക് കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രയലിൽ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ട്രയലിൽ ഹെഡ് കിട്ടാം, ടെയിലും കിട്ടാം. അതായത് ഫസ്റ്റ് ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല സെക്കൻഡ് ട്രയൽ. അതുപോലെ തന്നെയാണ് ഓരോ ട്രയലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈച്ച് ട്രയൽ ഈസ് ഇൻഡിപെൻഡൻറ്റ്. ദെൻ തേർഡ് വൺ, events are mutually exclusive and exhaustive. Events are mutually exclusive and exhaustive. Mutually exclusive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ടൊന്നും ഉണ്ടാവില്ല. Mutually exclusive means കോമൺ ആയിട്ടൊന്നും ഉണ്ടാവില്ല. That is P of A union B. Probability of A union B എന്ന് പറയുന്നത് probability of A plus probability of B. And exhaustive എന്ന് പറയുന്നത് probability of A union B equal to 1 ആയിരിക്കും. Then next condition is ഓരോ ട്രയലിലും നമുക്ക് എക്സ്പെരിമെൻറ്റിൽ ഓൺലി 2 ഔട്ട്കംസ് ഉണ്ടായിരിക്കാൻ പാടുള്ളൂ, സക്സസ് ഓർ ഫെയിലിയർ. 2 ഔട്ട്കംസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സക്സസ് ഓർ ഫെയിലിയർ. ഓൺലി 2 ഔട്ട്കംസ്. Each trial has only 2 outcomes. Experiment has only 2 outcomes, success and failure. Success or failure. The probability of success is denoted by P and the probability of failure is denoted by Q. Probability of success P വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, probability of failure ഡിനോട്ട് ചെയ്യുന്നത് Q വെച്ചിട്ടാണ്. Then total probability P plus Q equal to 1 ആയിരിക്കും. Probability of success and probability of failure കൂടി ആഡ് ചെയ്യുമ്പോൾ total probability ആണ്. Total probability നമുക്കറിയാം 1 ആയിരിക്കും എന്നുള്ളതായിരിക്കും. ഇനി ഈ പ്രോബബിലിറ്റി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നോക്കുക. f of x equal to ncx p raised to x q raised to n minus x for x is equal to 0 1 2 3 etc. up to n p plus q equal to 1 or equal to 0 elsewhere. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് f of x is greater than or equal to 0. ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ f of x ന്റെ വാല്യൂ ഗ്രേറ്റർ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ദാറ്റ് ഈസ് clearly f of x is greater than or equal to 0. Clearly f of x is greater than or equal to 0. Then sigma f of x എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ്. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഇത് ടോട്ടൽ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sigma over x, f of x equal to sigma over x ന് വരാവുന്ന വാല്യൂസ് 0 മുതൽ n വരെയുള്ള വാല്യൂസ് ആണ്. ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് 0 1 2 3 etc. up to n. then f of x എന്ന് പറയുന്നത് ncx p raised to x q raised to n minus x. this is equal to x ന് 0 എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ x ന് 0 മുതൽ n വരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ സമ്മിനെയാണ് നമ്മൾ സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. x ന് 0 കൊടുക്കുമ്പോൾ nc0 p raised to 0 q raised to n minus 0 എന്ന് വരും. പ്ലസ് x ന് 1 കൊടുക്കുമ്പോൾ nc1 p raised to 1 q raised to n minus 1 plus etc. plus ncn ലാസ്റ്റ് വാല്യൂ ncn x ന് n കൊടുക്കുക p raised to n q raised to n minus n. this is equal to ഈ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് nc0 p raised to 0 q raised to n minus 0 that is q raised to n plus nc1 p raised to 1 q raised to n minus 1 plus etc. plus ncn ന്റെ വാല്യൂ
whole raised to n ആണ്. The binomial expansion of q plus p the whole raised to n. q plus p യുടെ binomial expansion ആണ് ഈ എഴുതിയിരിക്കുന്നത്. q plus p യുടെ വാല്യൂ നമുക്കറിയാം. q എന്ന് പറയുന്നത് probability of failure ആണ്, p എന്ന് പറയുന്നത് probability of success ആണ്. q plus p equal to 1 ആണ്. 1 raised to n is 1. Therefore sigma f of x is equal to 1 ആയിരിക്കും. ഇനി ഈ ഇവിടെ എഴുതിയിരിക്കുന്ന n c x p raised to x q raised to n minus x എന്ന് പറയുന്ന ഈ f of x നമ്മളുടെ q plus p the whole raised to n ന്റെ ബൈനോമിയൽ എക്സ്പാൻഷനിൽ x plus 1th ടേം ആണ്. q plus p the whole raised to n ന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ നോക്കുക. q plus p the whole raised to n ന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ ഇതാണ്. ഇതിന്റെ x plus 1th ടേം ആയിരിക്കും നമ്മളുടെ ഈ n c x p raised to x q raised to n minus x എന്ന് പറയുന്നത്. നോക്കുക, ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് n c 0 p raised to 0 q raised to n minus 0 ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് n c 1 എന്ന് പറയുമ്പോൾ n c 1 2-നേക്കാൾ സെക്കൻഡ് ടേം ആണ്, 2-നേക്കാൾ ഒന്ന് കുറവ്. n c 1 p raised to 1 q raised to n minus 1 എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ x plus 1th ടേം ആണ് നമ്മളുടെ ഈ ഡിസ്ട്രിബ്യൂഷനിൽ f of x എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ തന്നെ കാരണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ഈ ഡിസ്ട്രിബ്യൂഷന് പറയാൻ കാരണം q plus p the whole raised to n ന്റെ ബൈനോമിയൽ എക്സ്പാൻഷനിലെ x plus 1th ടേം ആണ് ഇതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ കാരണം. ഇനി a random variable follows the binomial distribution with parameters n and p is denoted by random variable, discrete random variable x follows the binomial distribution with parameters n and p is denoted by x follows n and p. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. x ഇത് വായിക്കുന്നത് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ x ഫോളോസ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പാരാമീറ്റേഴ്സ് ആണ് n-ഉം p-യും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ്, p എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് അറിയാമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 1 മൈനസ് p ആണ്. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് q ആണ്. p plus q equal to 1 ആണെങ്കിൽ q equal to 1 minus p ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും എന്ന് എഴുതുന്നതിന് പകരം നമ്മൾക്ക് അതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ് x follows p of n p. ഒരു പ്രോബ്ലം നോക്കാം. A fair coin is tossed 5 times. Coin is tossed 5 times. Then the probability of getting find the probability of getting exactly one head. Exactly one head കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം. f of x equal to ncx p raised to x q raised to n minus x. x equal to 0 1 2 3 etc. up to n. ഇവിടെ നോക്കാം, ഇവിടെ n-ന്റെ വാല്യൂ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് 5 ആണ്. ഹിയർ n equal to 5. കോയിൻ ടോസ് ചെയ്യുന്നതാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 1 ഹെഡ് ഓക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓക്കറൻസ് ഓഫ് ഹെഡ് ആണ് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് ഓക്കറൻസ് ഓഫ് ഹെഡ്. അപ്പോൾ 5 ടൈംസ് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓക്കറൻസ് ഓഫ് ഹെഡ് എന്ന് പറയുന്നത്
എക്സിന് വരാവുന്ന വാല്യൂസ് ആണ്. എക്സിന് വരാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 5 ടൈംസ് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ഒന്നും കിട്ടാത്ത വാല്യൂസ്, ഒന്നും കിട്ടാത്ത കേസ് ഉണ്ട്. ദാറ്റ് ഈസ് 0, then 1 ഹെഡ് ഓക്കർ ചെയ്യാം, 2 ഹെഡ് ഓക്കർ ചെയ്യാം, 2 ടൈംസ് ഹെഡ് ഓക്കർ ചെയ്യാം, 3 ടൈംസ് ഹെഡ് ഓക്കർ ചെയ്യാം, 4 ടൈംസ് ഹെഡ് ഓക്കർ ചെയ്യാം, 5 ടൈംസ് ഹെഡ് ഓക്കർ ചെയ്യാം. അപ്പോൾ എക്സിന് വരാവുന്ന വാല്യൂസ് 0, 1, 2, 3, 4, 5 വരെയാണ്. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒന്നുകിൽ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും. 2 ഔട്ട്കമാണ് വരുന്നത്. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് 1/2. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ടെയിൽ വരുന്ന പ്രോബബിലിറ്റി അല്ലെങ്കിൽ 1 - 1/2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1/2. അപ്പോൾ എല്ലാ വാല്യൂസും ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാം. ദാറ്റ് ഈസ് NCX, that is 5CX. P is 1/2, 1/2 raised to x. Q is 1/2, 1/2 raised to n minus x, where x equal to 0, 1, 2, 3, 4, 5. X ന് വരാവുന്ന വാല്യൂസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 1 ഹെഡ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 1 ഹെഡ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ 1 ആവുമ്പോഴുള്ള പ്രോബബിലിറ്റി. എക്സിന്റെ വാല്യൂ 1 ആവുമ്പോഴുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് f of 1 equal to 5c1 1/2 raised to 1, 1/2 raised to n minus 1. n minus x is 5. 5 minus 1. This is equal to 5c1. 5c1 ന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് NCR കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? NCR is equal to n factorial divided by r factorial into n minus r factorial. അപ്പോൾ 5c1 equal to 5 factorial. 5 factorial എന്ന് പറയുന്നത് എന്താണ്? 5 into 4 into 3 into 2 into 1. That is 5 into 4 into 3 into 2 into 1 divided by r factorial. Here r is 1. R factorial is 1. 1 factorial is 1 into n minus r factorial. N minus r factorial, that is 5 minus 1 factorial. 5 minus 1 is 4. 4 factorial is 4 into 3 into 2 into 1. And 4 into 3 into 2 into 1 numerator and denominator cancel it. This is equal to 5. 5c1 is 5. That is 5 into 1/2 into 1/2 raised to 4. That is 1/2 raised to 5 ആണ് വരുന്നത്. 1/2 raised to 5. 5 into 1/2 raised to 5 is 1/2 raised to 5 എന്ന് പറയുന്നത് 1/2 into 1/2 into 1/2 into 1/2. 5 times 1/2 multiply ചെയ്യാം. That is 5 into 1/32 വരും. That is 5/32. This is the answer. ഇതുപോലെ നമുക്ക് എക്സാക്ട്ലി 2 ഹെഡ്സ് വരുന്നത്, എക്സാക്ട്ലി 2 ഹെഡ്സ് വരുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? x is equal to 2 കൊടുക്കാം. then അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി മാക്സിമം എത്ര വരെ വരാം? 5 വരെ വരാം. 5 ട്രയൽസ് അല്ലേ വരുന്നത്, അപ്പോൾ 5 വരെ മാക്സിമം വരാം. അപ്പോൾ ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എക്സിന് വരാവുന്ന വാല്യൂസ് ഏതൊക്കെ വരും? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. എക്സിന് വരാവുന്ന വാല്യൂസ് x is equal to 1, 2, 3, 4, 5. ഈ 5 വാല്യൂസും വരാം. ഏത് മാത്രം വരില്ലാത്തത്? x is equal to 0 മാത്രമാണ് വരില്ലാത്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ f of 1 plus f of 2 plus f of 3 plus f of 4 plus f of 5. ഇതിൻ്റെ കൂടെ പ്ലസ് എഫ് ഓഫ് 0 കൂടി വന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ വരുന്ന മാക്സിമം പ്രോബബിലിറ്റി, ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത് ഇത്രയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി?
1 മൈനസ് ആ ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് f of 0 സബ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് f of 0. f of 0 എന്ന് പറയുന്നത് x ന് 0 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 5c0 1/2 raised to 0 1/2 raised to 5 minus 0. 5 minus 0 is 5. This is equal to 1 minus 5c0. 5c0 is 1. Then 5c0 is 1. 1/2 raised to 0 is 1. ഏത് ക്വാണ്ടിറ്റി raised to 0 വന്നു കഴിഞ്ഞാൽ that is 1 ആണ്. Then 1/2 raised to 5. 1/2 raised to 5 is 1/32. 1 minus 1/32. 1 minus 1/32 is 31/32. അപ്പോൾ probability of getting, അതായത് a coin is tossed, a fair coin is tossed 5 times, then find the probability of getting at least one head. At least one head എന്നുള്ള കേസിൽ വരുന്നതാണ് ഇത്. The second case, at least one head. At least one head കിട്ടാനുള്ള probability of getting at least one head. ഒരു ഹെഡെങ്കിലും ഉള്ള പ്രോബബിലിറ്റിയാണ്. ഒരു ഹെഡെങ്കിലും ഇൻവോൾവ് ചെയ്യുന്ന കേസസ് എന്ന് പറയുന്നത് ഏതൊക്കെ വരും? x equal to 1 വരുന്നത്, x equal to 2, 3, 4, 5. മാക്സിമം 5 ആണ്. നമ്പർ ഓഫ് ടോസസ് എന്ന് പറയുന്നത് 5 ആണ്. അതുകൊണ്ട് എന്നിട്ട് വാല്യൂ 5 ആയതുകൊണ്ട് മാക്സിമം 5 വരെ വരാൻ പാടുള്ളൂ. 1 മുതൽ 5 വരെയുള്ള എല്ലാ പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾക്ക് 1 ൽ നിന്ന് f of 0 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.